പ്രൈസ് ദി ലോർഡ്. സ്വീകരിക്കുക, 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 വിധേയപ്പെടുക. ഓ ദൈവമേ, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. അവ എൻ്റെ ഹൃദയത്തിന് ആനന്ദമാണ്. ജ്ഞാനം സ്വീകരിക്കുന്നവരിൽ ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. ഈ കേട്ട ജ്ഞാനം, ഈ കേട്ട പ്രവചനം സ്വീകരിക്കുമെങ്കിൽ അത് നിങ്ങളിൽ സംഭവിക്കും. സ്വീകരിക്കാൻ ഒരു തടസ്സവുമില്ല. നമ്മൾ വിധേയപ്പെടണം. ദൈവമേ, ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ വിധേയപ്പെടുന്നു ഈശോയെ. ഈശോയെ, അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ജ്ഞാനം ഞങ്ങളിൽ പ്രവഹിപ്പിക്കണമേ. ഈശോയെ, അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. ജ്ഞാനം 7:27. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനം അക്ഷയനിധിയാണ്. 7:14. ജ്ഞാനം അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. പ്രബോധനത്തിനോട് വിധേയത്വം കാണിക്കണം. ജ്ഞാനം ശരിയെന്ന് തോന്നുന്നത് സ്വീകരിക്കുന്നവർക്കാണ്. പ്രബോധനത്തിനോട് വിധേയത്വം കാണിക്കുവിൻ. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും. ഓ ജ്ഞാനമേ, ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണേ. ശല ഹല 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 ഹല. ജ്ഞാനമേ, ഞങ്ങളിൽ നിറയണമേ. ജ്ഞാനമേ, ഞങ്ങളിൽ പഠിക്കുന്ന കാര്യങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശം ഞങ്ങളിൽ പ്രകാശം പരത്തിക്കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ലോർഡ്. അത് നടക്കും. ദൈവം നടത്തിയിരിക്കുന്നു. ദൈവം നൽകുന്നു. ദൈവമാണ് ഞങ്ങളെ സൃഷ്ടിച്ചതും ഞങ്ങളെ പരിപാലിക്കുന്നവനും. ഓ ദൈവമേ, അങ്ങയുടെ പരിപാലനയാണ്. Praise you, Lord. Thank you, 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 thank you. Praise you, Jesus. Thank you. Hallelujah. Praise the Lord. Praise the Lord. നമ്മുടെ ഇന്നത്തെ ഉദ്ധരണി, ഇന്നത്തെ കൊട്ടേഷൻ ഇതാണ്. വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെയാണ്. സുവിശേഷത്തിൻ്റെ ആനന്ദം. എവാഞ്ചലി ഗൗഡിയം. പോപ്പ് ഫ്രാൻസിസ് പിതാവിൻ്റെ സുവിശേഷത്തിൻ്റെ ആനന്ദം 11ാമത്തെ പാരഗ്രാഫിൽ നിന്നാണ്. ആത്മാവ് ദൈവത്തെ എത്ര തന്നെ അറിഞ്ഞാലും വീണ്ടും ആ അറിവിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ കഴിയും വിധം
ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിബിഡ സാന്ദ്രത അത്രമാത്രം അഗാധവും വിശാലവുമാണ്. വിശുദ്ധ യോഹന്നാൻ കണ്ടോ, നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ വളരെ പ്രധാന കാര്യമാണ്. ആത്മാവ് ദൈവത്തെ എത്ര തന്നെ അറിഞ്ഞാലും വീണ്ടും ആ അറിവിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ കഴിയും വിധം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിബിഡ സാന്ദ്രത, തിക്കസ്റ്റ് ഫോറസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ അത്, നിബിഡ സാന്ദ്രത അത്രമാത്രം അഗാധവും വിശാലവുമാണ്. അത്രമാത്രം അഗാധവും വിശാലവുമാണ്. അത്രമാത്രം അഗാധവും വിശാലവുമാണ്. തിക്കസ്റ്റ് ഫോറസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ അത്, നിബിഡ സാന്ദ്രത അത്രമാത്രം അഗാധവും വിശാലവുമാണ്. വിശുദ്ധ യോഹന്നാൻ കുരിശിൻ്റെ യോഹന്നാൻ, ജോൺ ഓഫ് ദ ക്രോസ്, വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ്, ജോൺ ഓഫ് ദ ക്രോസ്. ഒരിക്കൽ കൂടി ഒന്നെല്ലാവരും വായിക്കുക. ആത്മാവ് ദൈവത്തെ എത്ര തന്നെ അറിഞ്ഞാലും വീണ്ടും ആ അറിവിലേക്ക് ഇറങ്ങുവാൻ കഴിയും വിധം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിബിഡ സാന്ദ്രത അത്രമാത്രം അഗാധവും വിശാലവുമാണ്. Praise you, Jesus. Thank you, Lord. Thank you, thank you, thank you, thank you. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അയ്യോ, ഇന്ന് എന്താഴ്ച? ഇന്ന് വെള്ളിയാഴ്ചയായി. എത്ര പെട്ടെന്ന് ആഴ്ച കഴിഞ്ഞു. 5 ദിവസം എത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നാളെ വീണ്ടും ഫോളോ മീ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും ഞാനൊന്ന് കണ്ടോട്ടെ. യെസ്, ഐ സി യു. എല്ലാവരെയും ഞാൻ കാണുന്നു. കർത്താവേ അനുഗ്രഹിക്കണേ. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം. ഈശോയെ, ഈ നോയമ്പ് കാലഘട്ടങ്ങളിൽ ഇതുപോലെ എല്ലാ ദിവസവും ഈശോയുടെ ആഴമേറിയ ജ്ഞാനം ഗ്രഹിക്കാൻ ഞങ്ങളെ അങ്ങ് വിളിച്ചു കൂട്ടിയ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയെക്കുറിച്ച് നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എനിക്ക് എന്തോ ഭയങ്കര ക്ഷീണമാണ്. പ്രൈസ് ദ ലോർഡ്. ഇതാ പ്രിൻസി, വെരി ഗുഡ് പ്രിൻസി ഓൾറെഡി എഴുതി കഴിഞ്ഞു. അജ്ഞതയുടെ കാലം കഴിഞ്ഞു. അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും ഇരുന്ന ജനം പ്രകാശം കണ്ടു. ആ പ്രകാശം വന്നു, ആ പ്രകാശം പരന്നു, ആ പ്രകാശം വിടർന്നു. ഓ പ്രൈസ് ദ ലോർഡ്. ആ പ്രകാശം പൂരിതമായിരിക്കുന്നു, നിങ്ങളിൽ പൂരിതമായിരിക്കുന്നു. ഞാനാകുന്നു ആ പ്രകാശം. എൻ്റെ ജ്ഞാനം അജ്ഞതയും അകറ്റുന്ന ജ്ഞാനം, ജ്ഞാനസ്ഥാനത്തിലൂടെ നിങ്ങളിൽ ഞാൻ ചൊരിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളിൽ ഒരിക്കലും അന്ധകാരത്തിൽ അടിമപ്പെടുകയില്ല. ഇനി നിങ്ങൾ ഒരിക്കലും അന്ധകാരത്തിന് അടിമപ്പെടുകയില്ല. ആമേൻ. ഇത് ഞാനാണ് അരുളി ചെയ്യുന്നത്. എൻ്റെ വചനം, എൻ്റെ ജ്ഞാനം, എൻ്റെ പ്രകാശം നിങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പ്രകാശിക്കുക, ഉണർന്ന് പ്രശോഭിക്കുക. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. നിങ്ങളിപ്പോൾ തന്നെ പ്രകാശമാകുന്നു. നിങ്ങളിനി ഒരിക്കലും അന്ധകാരത്തിൽ വസിക്കുകയില്ല. നിങ്ങളുടെ അന്ധകാരം ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. ആമേൻ. ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു.
ഞാൻ അവസാനിച്ചിരിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, 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 പ്രൈസ് ദ ലോർഡ്. കർത്താവേ നന്ദി. വരും നമുക്കൊരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് നന്ദി പറയാം. ദൈവം നമ്മളിൽ വലിയ അനുഗ്രഹവും ജ്ഞാനവും ചൊരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ ഒരു പ്രവചനത്തിലൂടെ തന്നെ ദൈവം അത് നമ്മളിൽ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുവിൻ. നമ്മൾ മതബോധനത്തിലെ വളരെ ശ്രേഷ്ഠമായ ഒരു ഭാഗമാണ്. താങ്ക് യു കുര്യൻ ജോസഫ്. താങ്ക് യു. പ്രൈസ് ദ ലോർഡ്. ഈശോയെ, നിങ്ങളൊന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണേ. ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണേ. എല്ലാവരും പ്രാർത്ഥിക്കുക. ഈശോയെ, നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്. ഈശോ പിതാവിന് വലതു ഭാഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് എൻ്റെ ഈ ക്ഷീണമെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ തൊണ്ട സമർപ്പിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നന്ദി. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. ഓക്കെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാന തരംഗമാണ് യുക്തി. എന്നാൽ യുക്തി വിശ്വാസത്തിന് ഒട്ടും എതിരല്ല. അത് ഈ അടുത്ത പാരഗ്രാഫിലാണ് നമ്മളത് ശരിക്കും കൂടുതൽ ആഴമായിട്ട് പഠിക്കാൻ പോണത്. യുക്തി വിശ്വാസത്തിനെതിരല്ല. പക്ഷേ ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ മനുഷ്യരുടെയും യുക്തിയിൽ ഒരു ഇൻഹറൻറ്റ് അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് ഉള്ള ഒരു നെഗറ്റിവിറ്റി, അപ്പം അതിങ്ങനെയാണ് ഫ്രീദസ് എത്രാസ്യോ വിശ്വാസവും യുക്തിയും എന്ന പ്രമാണരേഖയിൽ ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അതായത് വിശ്വാസവും യുക്തിയും ഒരേ ഉറവിടത്തിൽ നിന്ന് തന്നെ വരുന്നു. എന്നാൽ യുക്തി വിശ്വാസത്താൽ പ്രകാശിക്കപ്പെട്ട് യുക്തിയിൽ അടങ്ങിയിരിക്കുന്ന ആ ഉത്ഭവഭാവത്തിൻ്റെ fragility, the reason must be set free from the fragility of the original sin. അതായത് എല്ലാവർക്കും ഫ്രീ വില്ലുണ്ട്, എല്ലാവർക്കും യുക്തിയുണ്ട്. എന്നാൽ ആ യുക്തി സെന്റ് തോമസ് അക്വിനാസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇരട്ട അന്ധകാരത്താൽ കലുഷിതമാണ്. ഇരട്ട അന്ധകാരം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഉത്ഭവഭാവത്തിൻ്റെ പ്രസരണവും ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയുടെ, അതിന് മലയാളത്തിൽ അറിവില്ലായ്മ, ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് ഇഗ്നറൻസ്. ആ വാക്ക് നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഇച്ചിരി കുറ്റബോധം തോന്നും. ഇഗ്നറൻസ്, ദ ഇഗ്നറൻസ് അബൌട്ട് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയുടെയും. അപ്പോൾ ഇത് നമ്മളെല്ലാവരിലും ഉണ്ട്. നമ്മൾക്കെല്ലാവരിലും ഈ അറിവില്ലായ്മ ഉണ്ട്. ഈ അറിവില്ലായ്മ നമ്മളെല്ലാവരിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത്. അതുകൊണ്ട് ഒരു വശത്ത് ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ അകത്ത് ഇങ്ങനെ ഒരു ഡബിൾ ഡാർക്ക്നെസ്സിൻ്റെ ഒരു ശകലമുണ്ട്. അത് ഇന്നത്തെ പ്രവചനത്തിൽ കേമമായിട്ട് അത് വന്നു കേട്ടോ. കർത്താവ് പറയാണ്, ഞാൻ നിന്നെ പ്രകാശിപ്പിച്ചിരിക്കുന്നു, ഞാനാകുന്ന പ്രകാശം നിന്നിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ പ്രകാശത്തെ എപ്പോഴും
നമ്മളിലുള്ള പ്രകാശത്തെ നോയിക്കൊണ്ടിരിക്കണം. നമ്മളൊരിടയ്ക്ക് ഇതൊക്കെ കൂടുതൽ പറഞ്ഞതാണ്. അന്യരിൽ നന്മ കാണാൻ, അതു കണ്ടാനന്ദിക്കാൻ, എന്നക കാമ്പിയിലങ്ങ് വെളിച്ചം തരേണമേ. അപ്പോൾ നമുക്ക് വേറൊരു വാക്ക് വരുന്നത്, ദൈവവും മനുഷ്യനും തമ്മിൽ അപരിമേയമായ ഒരു അസമത്വത ഉണ്ട്. ശ്രദ്ധിച്ചല്ലോ, ദൈവവും മനുഷ്യനും തമ്മിൽ അപരിമേയമായ ഒരു അസമത്വത ഉണ്ട്. അതുകൊണ്ട് മനുഷ്യന് അവൻ്റെ ശക്തി കൊണ്ട് ദൈവത്തിലേക്ക് പോവുക അസാധ്യമാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്നത്? ദൈവം തന്നെ തൻ്റെ ഇനിഷ്യേഷൻ, തൻ്റെ മുൻകൈ എടുക്കൽ കൊണ്ട് മനുഷ്യനിലേക്ക് വന്നിരിക്കുന്നു, മനുഷ്യനായി വന്നിരിക്കുന്നു, അവനെ അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദൈവം തന്നെ നമ്മളെ കണ്ടിരിക്കുന്നു. അവന് കടന്നു വരാൻ പറ്റില്ല, അവനെൻ്റെ അടുക്കിലേക്ക് വരാൻ പറ്റില്ല. അത്രയും വലിയൊരു അസമത്വത ഉണ്ട്, അസമത്വത. അപ്പോ അവിടെ ദൈവം മുൻകൈ എടുക്കുന്നു. ആകാശം ചായിച്ച്, അപ്പൊ ഇതെല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഈ 158 ഖണ്ഡികയിൽ വിശ്വാസം യുക്തിയെ അന്വേഷിക്കുന്നു എന്നതിൻ്റെ ഈ പാരഗ്രാഫിലെ 2 ദിവസമായി നമ്മൾ ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 3ാമത്തെ ഭാഗം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഞാനപ്പോൾ ആദ്യത്തെ ഭാഗം ഇനി ഞാൻ എടുക്കുന്നില്ല, അത് റിപ്പീറ്റേഷനായി പോകും, നമുക്കൊരു വിരസത ഉണ്ടാകും. ഇവിടെ നമ്മളിവിടെ മുതൽ പഠിക്കാം. വിശ്വാസത്തിൻ്റെ കൃപാവരം ഹൃദയനേത്രങ്ങളെ വെളിപാടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സജീവമായ ബോധ്യത്തിലേക്ക് തുറക്കുന്നു. പഠിച്ചു. ഇനി അതിനുശേഷം പറയുന്ന 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 കാര്യങ്ങൾ, അതായത് മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും, ഇതാണ് നമുക്കുണ്ടാകേണ്ട വലിയൊരു കാര്യം. മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും, വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും, 2 പ്രസ്തുത രഹസ്യങ്ങൾക്ക് പരസ്പരവുമുള്ള ബന്ധത്തെക്കുറിച്ചും, 3 ആവിഷ്കൃത സത്യത്തിൻ്റെ കേന്ദ്രമായ മിശിഹായോടുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള സജീവ ബോധ്യത്തിലേക്ക് ഹൃദയനേത്രങ്ങളെ തുറക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് യാതൊരൽപ്പം എക്സ്പ്ലനേഷൻ കുറച്ചുകൂടി വിശദീകരിച്ചാലാണ് അത് നമ്മളിലെ ശരിക്ക് വേര് പാകുക. ഈശോയെ, പരിശുദ്ധാത്മാവേ, അതിൻ്റെ അവസാനം പറയുന്നത് ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആഴം ഉപരി വർദ്ധിപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവ് തൻ്റെ ദാനങ്ങൾ വർഷിച്ചുകൊണ്ട് വിശ്വാസത്തെ നിരന്തരം പൂർണ്ണമാക്കുന്നു. ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആഴം ഉപരി വർദ്ധിപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവ് തൻ്റെ ദാനങ്ങൾ വർഷിച്ചുകൊണ്ട് വിശ്വാസത്തെ നിരന്തരം പൂർണ്ണമാക്കുന്നു. എന്നിട്ടാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ വിശ്വപ്രഖ്യാതമായ ഈ പ്രഖ്യാപനം എന്താണ്? വിശ്വസിക്കാൻ വേണ്ടി ഗ്രഹിക്കുക, ഗ്രഹിക്കാൻ വേണ്ടി വിശ്വസിക്കുക. അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിലാണ് ഐ ബിലീവ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ ടു ബിലീവ്. അപ്പോൾ ഇവിടെ ആ കാര്യങ്ങൾ ഒന്നുകൂടി ഇരിക്കുകയാണ് കേട്ടോ. അതായത് മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും. ഇവിടെയാണ് നമ്മളെ പ്രാക്ടിക്കലായിട്ട് നമുക്കുള്ള ഒരു പ്രശ്നം.
നമ്മളൊരു വചനം വായിക്കുന്നു, ആ വചനത്തിനെ മാത്രം നമ്മൾ മനസ്സിൽ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടല്ലെങ്കിൽ ആ വചനത്തിനെ പെട്ടെന്ന് നമ്മൾ അങ്ങ് വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതാണ് വളരെ പ്രാക്ടിക്കലായിട്ട് എനിക്ക് പറയാനുള്ള ഒരു വിനീതമായ അപേക്ഷ. നമ്മളൊരു വചനം വായിച്ചാൽ ആ വചനത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ നമ്മൾ വചന വ്യാഖ്യാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ അധ്യായം മുഴുവനും എന്ത് ഉദ്ദേശത്തിലാണ് ആ അധ്യായം എന്നുള്ളത് മനസ്സിലാക്കണം. അതാർക്ക് വേണ്ടി എഴുതിയതാണ്, എന്തുദ്ദേശത്തിലാണ് എഴുതിയ ആൾ എഴുതിയിരിക്കുന്നത്. ഒരിക്കൽ അല്പം വിശദീകരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പ്രചോദിപ്പിക്കണം. അപ്പോൾ വരികയാണ്. ഇപ്പോൾ ഒരിക്കൽ ഒരാൾ വന്നു, അദ്ദേഹം ഒരു വചനപ്രഘോഷകനായിരുന്നു. അദ്ദേഹം വന്നിട്ട് എന്നോട് പറയുകയാണ്, തോമസ് പോൾ ബ്രദറെ, എല്ലാം നശിച്ചു പോയി. അങ്ങനെ പറയല്ലേ, എല്ലാം പോയി ബ്രദറെ. എന്തു പറ്റി? അല്ല, ഞാൻ വീണുപോയി. അപ്പം വീണുപോയെങ്കിൽ കർത്താവ് നടത്തൂലേ? കർത്താവ് അനുദപിച്ച് കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ കർത്താവ് പിടിച്ചുയർത്തും. ഇല്ല, അത് ഇനി പറ്റില്ല. അതെന്താ? അത് വചനം പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവിൽ ഒരിക്കൽ പരിശുദ്ധാത്മാവിൻ്റെ ഗുണങ്ങൾ ആസ്വദിച്ച ആള് വീണു പോവുകയാണെങ്കിൽ അവനെ വീണ്ടും രക്ഷിക്കുക അസാധ്യം. എവിടെയാണ് വചനം? 7 അല്ല, എബ്രായർ 6. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണുപോവുകയാണെങ്കിൽ ആ ഒരു അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കണ്ടോ? ഈ വചനം പിടിച്ചുകൊണ്ട് ഇയാൾ അങ്ങ് ഭയങ്കര നിരാശയിലേക്ക് വീണു. ദൈവത്തിന് നന്ദി, അയാൾ എൻ്റെ അടുത്ത് വന്നു. കണ്ടോ? കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു പണി കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, ആ വചനം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ആ ബൈബിൾ തുറന്നിട്ട് അതൊന്ന് എടുക്കാൻ പറഞ്ഞു. എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ അധ്യായത്തിൽ അതിൻ്റെ അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. അതിൻ്റെ അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. 9-ാമത്തെ വചനം മുതൽ എഴുതിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം. ക്ഷമിക്കണേ, ഞാൻ ചിരിച്ചു പോയത്, ഇദ്ദേഹം ഇത് വായിച്ചിട്ട് മലയാളത്തിൽ നമ്മൾ പറയാറില്ലേ, കണ്ണു തള്ളിപ്പോയി എന്ന് പറഞ്ഞു. അന്തം വിട്ടു. ഭയങ്കര ഒരു സന്തോഷം. കണ്ടു? എവിടെ പോയി ആ നിരാശ? എല്ലാം നശിച്ചു എന്ന് പറഞ്ഞു വന്ന ആള് ഇപ്പോ കുതിച്ച് ചാടണം. അതാണ്. അപ്പൊ നമ്മള് ഒരു വചനോ കേട്ടിട്ട് അതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ ദൈവ പദ്ധതിയുടെ ആകത്തുക മനസ്സിലാക്കാഞ്ഞിട്ടല്ലേ കർത്താവ് വന്നിരിക്കുന്നത്? നമ്മളെ ആരെയെങ്കിലും തളർത്താനോ നശിപ്പിക്കാനോ ആണോ? ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസികളായി ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന സ്വീകരിച്ച് വചനം പ്രഘോഷിച്ച് നടന്ന ഒരാളാണ് ഈ വന്ന് പറയണത്. അപ്പം എന്തുകൊണ്ടാണത്? ഈ പറഞ്ഞ ആവിഷ്കൃത ഒന്ന് ദൈവീക പദ്ധതിയെക്കുറിച്ചും
മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും, അതാണ് മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും പ്രസ്തുത രഹസ്യങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ചും ആവിഷ്കൃത സത്യങ്ങളുടെ കേന്ദ്രമായ മിശിഹായെക്കുറിച്ചും. അപ്പം ഇതാണ് ഇതിപ്പോൾ ഒരു വചന പ്രഘോഷകനാണ് എന്ന് മനസ്സിലാക്കണം ഈ ഒരവസ്ഥ ഉണ്ടായത്. പക്ഷെ ദൈവം അവനെ കൈവിടില്ല. ദൈവം അവനെ ഇങ്ങനെ ആരിലൂടെയെങ്കിലും നയിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു ഉദാഹരണം, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞാനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നത് ഒരാശയം, സമരിയാക്കാരിയുടെ അടുത്തേക്ക് വന്ന ഈശോയാണ്. സമരിയാക്കാരിയുടെ അടുത്തേക്ക് ഈശോ വന്നിട്ട് ആ സമരിയാക്കാരി എന്ന വ്യക്തിയെ, അവളെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു അറിവുമില്ലാതിരുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ പടിപടിയായിട്ട് എങ്ങനെയാണ് ഉയർത്തിയത് കണ്ടോ. അപ്പോൾ അവിടെ ഒരു ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ ഒരു 45 ഡിഗ്രിയിലൊരു ഗ്രാഫ് പോലെ പോവുകയാണ് അവളുടെ ഫോർമേഷൻ. ആദ്യം അവൾ പറയുകയാണ്, ഞാൻ നിനക്ക് വെള്ളം തരില്ല, കാരണം നീ ഒരു യഹൂദൻ, ഞാനൊരു സമരിയാക്കാരി. യഹൂദരും സമരിയാക്കാരും തമ്മിൽ യാതൊരു സംബന്ധവുമില്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് വെള്ളം തരില്ല. ഇപ്പൊ നോക്കിയേ, ഏത് മനുഷ്യനായാലും നട്ടുച്ചയ്ക്ക് വേർത്ത് കുളിച്ച് വരുന്ന ഒരാളൊരൽപ്പം വെള്ളം ചോദിച്ചിട്ട് ഒരു കിണർ നിറച്ച് വെള്ളമുള്ള, കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാളയുമുള്ള അവൾ പറയാണ്, ഞാൻ നിനക്ക് വെള്ളം തരില്ല എന്ന് പറയണത് എന്തോര് അടിസ്ഥാനപരമായി എന്തോര് താഴ്ന്ന ഒരവസ്ഥയാണ്. പരസ്നേഹത്തിൻ്റെ കാര്യത്തിലും യുക്തിയുടെ കാര്യത്തിലും മനുഷ്യബന്ധത്തിൻ്റെ കാര്യത്തിലും അത്രയ്ക്ക് താഴ്ന്ന ഒരവസ്ഥ. ഞാനിത് പറയുമ്പോഴെല്ലാം ഓർക്കണത് വർഷങ്ങൾക്ക് മുമ്പ്, 10-25 വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ പറഞ്ഞില്ലേ പോർട്ട് വിക്ടർ, ഗുജറാത്തിലെ ആ ഉപ്പ് പാടത്തെല്ലാം ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ അവിടെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കൽ എനിക്കങ്ങ് ദാഹിച്ചിട്ട് ഞാൻ അടുത്തിരുന്ന ആളോട് ഇച്ചിരി വെള്ളം തരാമോ എന്ന് ചോദിച്ചു. അയാൾ ചോദിച്ചു, വെള്ളമോ? ഞാനൊരു മുസ്ലിമാണ്. അതിനെന്താ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കണേനെന്താ? ഓ എന്നാ കുടിച്ചോ തന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയാൾ പറയാണ്, ഇവിടെ ഈ മുസ്ലിമിൽ നിന്ന് ഹിന്ദുക്കൾ ആരും വെള്ളം കുടിക്കില്ല, ഹിന്ദുക്കൾ മുസ്ലിമിൽ നിന്നും വെള്ളം കുടിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഇവിടെ 4-ാം അധ്യായം യോഹന്നാനിൽ പറയുന്നതെങ്കിൽ ഈ ഭാരതത്തിൽ ഈ കുറച്ച് 10-20 വർഷം മുമ്പ് വരെയുള്ള കാര്യമാണിത്. എന്നിട്ട് അദ്ദേഹം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി, ഇത് വലിയൊരു കാര്യമാണ്, ശ്രദ്ധയിൽപ്പെടുത്തി ഒരു സ്റ്റേഷനിൽ, അപ്പോൾ ചെറിയ സ്റ്റേഷനാണ് കേട്ടോ, ചെറിയ സ്റ്റേഷനാണ്, പഴയ റെയിൽവേ സ്റ്റേഷൻ. ആ സ്റ്റേഷനിൽ വെള്ളത്തിൻ്റെ പൈപ്പ് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ഹിന്ദു പാനി മുസ്ലിം പാനി, ഹിന്ദു പാനി മുസ്ലിം പാനി എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. കണ്ടോ? അത് കണ്ടോ എന്ന് ചോദിക്കാനുണ്ട്. അപ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്ക് ആരിൽ നിന്നും വെള്ളം കുടിക്കുന്ന ഒരു പ്രശ്നമില്ല. അപ്പോൾ അത്രയ്ക്ക് ഉള്ള ഒരവസ്ഥ, എന്തു പറയാം, നമ്മളാരെയും കുറ്റം പറയല്ല, ഒരു ലോകത്തിൻ്റെ അവസ്ഥയാണത്, ലോകത്തിൻ്റെ അവസ്ഥയാണ്, അന്നത്തെ ഉണ്ടായിരുന്നൊരവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ ഈശോ കടന്നു ചെന്നിരിക്കുന്നു. അതാണ് ദൈവാവിഷ്കരണത്തെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആ സുവിശേഷത്തിൻ്റെ ആകത്തുക മനസ്സിലാക്കണം. എന്താണ് നമ്മൾ കേട്ടത് ഇവിടെ? അതായത് മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കണം. അവളൊരു ക്രിസ്ത്യാനിയല്ല, അവളൊരു യഹൂദയല്ല, അവളുടെ ക്യാരക്ടറിസ്റ്റിക്കിനെ കുറിച്ച് എങ്ങനെ വേണമെങ്കിലും നമ്മൾ ചിന്തിച്ചോളൂ. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഞാൻ ഈ സമരിയാക്കാരിയെക്കുറിച്ച് ഞാനൊരിക്കൽ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയായിരുന്നു, ഞാൻ ആ വാക്കിപ്പോൾ പറയുന്നില്ല,
അവളൊരു മോശമായ ക്യാരക്ടറുള്ള ഒരു സ്ത്രീ ആയിരുന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം അന്ന് ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ, അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി, ഒരു ഫാദർ എബ്രഹാം, നല്ല താടിയൊക്കെ ഉള്ള ഒരു അച്ഛൻ ആലുവയിൽ, അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ടേ വളരെ ചെറിയ സ്വരത്തിൽ പറഞ്ഞു, തോമസ് പോൾ ബ്രദറെ, വളരെ പതുക്കെ പറയാണ്, അങ്ങനെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ടോ? അവള് ആ ഭാഷ പറഞ്ഞ ആ മോശ സ്വഭാവക്കാരിയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്താ എഴുതിയിരിക്കുന്നേ? അവൾക്ക്, എന്നിട്ട് ഞാൻ പറയണേക്ക് മുമ്പ് അച്ഛൻ തന്നെ ഇങ്ങോട്ട് പറയാണ്, അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എഴുതിയിരിക്കണേ. ഓ, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എഴുതിയിരിക്കണേ. എന്നാൽ ഇപ്പോഴുള്ള അവൻ അവളുടെ ഭർത്താവല്ല. ഞാനതിപ്പോഴും ഓർക്കാണ്. ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് റിപ്പൻറ്റ് ചെയ്തു. ഞാൻ ആ സമരിയാക്കാരിയോട് എനിക്ക് വളരെ ബഹുമാനമുള്ളതാണെങ്കിലും ഞാൻ അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ ആ വാക്ക് ശരിക്കും മനസ്സിലാക്കിയില്ല. അപ്പോൾ ആവിഷ്കരണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈശോ അവളുടെ അടുത്തേക്ക് വന്നു. ഞാൻ വേഗം പറയാം, ഇനി ഈ സമയം പോയല്ലോ. അവിടെ പറയേണ്ടത് ഇതാണ്, അവളുടെ അന്തരാത്മാവിനെ പടി 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 ആയിട്ട് ഈശോ ഉയർത്തുന്ന ഒരു സീനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു ഗ്രാഫിലുള്ള 2 ആക്സിസുകൾ, ഒന്ന് ഈശോയുടെ സാന്നിധ്യം, 2 ഈശോയുടെ വചനം. ആദ്യം അവൾ പറഞ്ഞു, ഈശോ അങ്ങോട്ട് ചോദിക്കുന്നു, എനിക്ക് കുടിക്കാൻ തരാമോ? അവളുടെ ലെവല് ബിലോ ആവറേജ് ആണ്. അവൾ പറഞ്ഞു, ഞാൻ കുടിക്കാൻ തരില്ല, ഡയറക്റ്റ്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈശോ അവളോട് അതനുസരിച്ച് പ്രതികരിക്കുന്നില്ല. കണ്ടോ, ഈശോ അവളോട് അതനുസരിച്ച് പ്രതികരിക്കുന്നില്ല. ഈശോ അവളോട് വലിയ അനുകമ്പയോടും സ്നേഹത്തോടും പറയുകയാണ്, ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, നിന്നോട് വെള്ളം ചോദിക്കുന്നവരാരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. കേട്ടോ, അപ്പോൾ അവള് ഇപ്പോൾ മനസ്സിലാക്കേണ്ട, ഇവിടെ ഞാൻ കൊണ്ടുവരുന്ന പോയിന്റ് ഇതാണ്, ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ വചനവും അപ്പോൾ തന്നെ അവളുടെ ഉള്ളിലേക്ക് ഒരു പ്രകാശം ചൊരിഞ്ഞു. കാരണം ഉടനെ അവൾ പറയുകയാണ്, അടുത്ത് പറയണത്, അവൾ പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രഭു. കണ്ടോ, പ്രഭു. ഇപ്പം ഇവിടെ ഞാൻ ഇത് പണ്ട് അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ടോക്കായിരുന്നു. അത് എന്താ അവിടെ സംഭവിച്ചത്? ഈശോ പറഞ്ഞ ഈ വചനം അവളുടെ ആത്മാവിനെ ഉയർത്താൻ തുടങ്ങി. അവളൊന്നും ചെയ്യുന്നില്ല. ഈശോയുടെ സാന്നിധ്യവും ഈശോ പറഞ്ഞ വചനവും. അല്പം മുമ്പ് അവൾ പറഞ്ഞു, നിനക്ക് യഹൂദരും ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ അവൾ പറഞ്ഞു, ആ വാക്കാണ് വളരെ പ്രത്യേകം കൊടുക്കേണ്ടത്, പ്രഭു. എനിക്ക് എൻ്റെ ചിന്തയിൽ എന്നെ വളരെയധികം ചിന്തയിൽ സഹായിച്ച ഒരു സ്റ്റെപ്പാണിത്, പ്രഭു. എങ്ങനെ അവള് ഈ യഹൂദനെ അവരെ സംബന്ധിച്ച് ആ സമയത്ത് അവൾക്ക് അത്രേ അറിയുള്ളൂ, ഇവനൊരു യഹൂദനാണ്, വെള്ളം ചോദിച്ചു വന്നേക്കണം. അവനെ പ്രഭു എന്ന് പറഞ്ഞ ലോർഡ് എന്ന് ഇവളെങ്ങനെ വിളിച്ചു, എന്തുകൊണ്ട് വിളിച്ചു? അപ്പോൾ ഇവിടെയാണ് ഈ ദൈവാവിഷ്കരണത്തിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ അവളിൽ നിന്നല്ല ദൈവാവിഷ്കരണം തുടങ്ങിയത്, ഈശോയുടെ ആ വചനം അവളുടെ നമ്മൾ ആത്മാവിൽ, സന്ധിബന്ധങ്ങളിൽ, മനസ്സിൽ എല്ലാം പ്രവേശിച്ചു. പ്രഭു എന്നുള്ള വാക്ക്. പിന്നെ പറഞ്ഞത്, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴം കൂടിയതും, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും?
പിന്നെ ഉടനെ അടുത്ത വചനം ഈശോ പറയാണ്, നീ കുടിക്കുന്ന ജലം നീ കുടിച്ചാൽ വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നിനക്ക് ദാഹിക്കുകയില്ല. അല്ലോ, അപ്പോൾ ഉടനെ അവൾ പറയാണ്, എന്നാൽ ആ ജലം എനിക്ക് തരൂ. കണ്ടോ, അല്പം മുമ്പ് പറഞ്ഞു ഞാനും യഹൂദരും തമ്മിൽ യാതൊരു ബന്ധമില്ല, വെള്ളം തരില്ല, ഞങ്ങൾ തമ്മിൽ വെള്ളം കൈമാറില്ല, യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് അവൾ ഇപ്പോൾ ഉടനെ വന്നിരിക്കുകയാണ്, ആ ജലം എനിക്ക് തരൂ. കണ്ടു, അവളുടെ യുക്തിയിൽ മാറ്റം വന്നോ ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഇതാണ് യുക്തി. അല്പം ആദ്യം അവൾ പറഞ്ഞ യുക്തി, നീ ഒരു യഹൂദനാണ്, ഞാൻ സമരിയാക്കാരിയാണ്, നമ്മൾ തമ്മിൽ വെള്ളം കുടിക്കില്ല, ഞാൻ നിനക്ക് വെള്ളം തരില്ല, തീർത്ത് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മളുടെ യുക്തി ചിന്തകരും നമ്മളുടെ ഈ കാലഘട്ടത്തിൽ പലരും പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ആ യുക്തിയെ പ്രകാശിപ്പിക്കാൻ പറ്റും. എങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റും? നമ്മുടെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ സമീപനം കൊണ്ടും നമ്മുടെ പരസ്നേഹം കൊണ്ടും നമ്മൾ ഈശോയുടെ വചനത്തിലൂടെ, ഈശോ തന്നെയാകുന്ന വചനം, ഇവിടെയാണ് നമ്മൾക്ക് മാറ്റമുണ്ടാകേണ്ടത്. ഈശോ പറഞ്ഞ വചനം. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക. കണ്ടോ, അവളുടെ യുക്തി മാറിയോ? ഇപ്പോൾ കണ്ടോ, ഇതാണ് എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. അവളുടെ യുക്തിയിൽ മാറ്റം വന്നോ? ഈശോയോട് വലിയ പഠിപ്പിക്കലൊന്നും നടത്തിയില്ല. അവര് ആ ജലത്തിന്റെ കാര്യം പറയണത്, പക്ഷെ രണ്ട് ധ്രുവത്തിലാണ്. ഈശോ പറയുന്നത് ജീവജലത്തിന്റെ കാര്യവും അവള് പറയണത് കിണറ്റിലെ വെള്ളത്തിന്റെ കാര്യം. എന്നിരുന്നാലും ഈശോയുടെ വചനം അവളുടെ യുക്തിയെ പ്രകാശിപ്പിക്കുന്നു. ഇത് സെമിനാരി ജീവിതം എന്താണെന്ന് ഞാൻ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. ഒരു സെമിനാരിയൻ കയറുന്നു, ഫിലോസഫിയിൽ വരുമ്പോൾ എല്ലാം യുക്തിയാണ്. അത് കഴിഞ്ഞ് തിയോളജിയിലേക്ക് വരുമ്പോൾ ഇതുപോലൊരു മാറ്റം അവരിലുണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു വശമായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിവിടെ അവൾ പറയണ, ഞാൻ പിന്നെ ഇനി ഇവിടെ വെള്ളം കോരാൻ വരണ്ടല്ലോ. ഭൗതികമായിട്ടുള്ള ചിന്തയാണ് അവൾ അപ്പോഴും പറയുന്നത്. എങ്കിലും തുടർന്ന് ഈശോ പറയാണ്, തുടർന്ന് ഈശോ എന്ത് പറഞ്ഞു? ഈശോ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. ഈശോന് ഇവളെക്കുറിച്ച് കംപ്ലീറ്റ് അറിയാമായിരുന്നു. എങ്കിലും ഈശോ അതൊന്നും അവളോട് പറയുന്നില്ല. നീ നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. ഈശോ അവളോട് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. കണ്ടോ, ഇവിടെയാണ് പോയിന്റ്. ആരുണ്ടായിരുന്നു? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കാം. നിയമപരമായിട്ട് വിവാഹം കഴിച്ച് ഭർത്താവ് ഉണ്ടായിരുന്നു, പക്ഷേ വിവാഹമോചനം നടന്നു, വീണ്ടും ഭർത്താവ്, അങ്ങനെ 5 ഭർത്താക്കന്മാർ. എന്തോ ഒരു സഹനത്തിൻ്റെ ഒരു ജീവിതമായിരുന്നിരിക്കാം അവളിലുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം അവൾ സഹി കെട്ടു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അവളൊരു കുറ്റം പറയുന്നില്ല. പക്ഷെ ഇത് കേട്ടപ്പോൾ ഇവൾ അന്തം വിട്ടു. ഇത് ഇവളുടെ ഒരു സീക്രട്ട് ബയോഗ്രഫിയാണ്. കണ്ടോ, ഞാൻ പറയുന്നതാണ്, ഈശോ ഒറ്റ സെന്റൻസിൽ അവളുടെ ബയോഗ്രഫി പറഞ്ഞു. ഒറ്റ സെന്റൻസിൽ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ 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 ഭർത്താവല്ല. ഒറ്റ സെന്റൻസിൽ അവളുടെ ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഗ്രാഫ് എന്നർത്ഥം. അപ്പോൾ അവളങ്ങ് ആശ്ചര്യപ്പെട്ടു. ഇതിൻ്റെയൊക്കെ അനിമേഷൻ ഫിലിം ഉണ്ട്, നിങ്ങൾ കാണണോ അത്? അവൾ പറയാണ്, ഉടനെ അവൾ ഇത്രയും നേരവും ഈ വെള്ളവും കിണറും പറഞ്ഞുകൊണ്ടിരുന്ന അവളുടെ ആത്മാവില് വലിയ ഒരു ഉന്നമനം, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ അറിയുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒരു യഹൂദൻ വഴിപോക്കൻ എന്നുള്ള അവസ്ഥയിൽ നിന്നും അവളുടെ അന്തരാത്മാവ് ഉയർന്നത് കണ്ടോ? ഇവിടെ ഗ്രാഫ് പെട്ടെന്ന് അങ്ങ് ചാടണം. ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അങ്ങൊരു
ഇനി അവളുടെ വർത്തമാനമെല്ലാം ഈ വെള്ളത്തിൻ്റെ കാര്യമെല്ലാം വിട്ടു. ഇനി അവൾ പറയണത്, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തിയെന്നാൽ യഥാർത്ഥ ആരാധനാ സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയണം. ഉണ്ടോ? ഇവിടെയാണ് ഈശോ ഒരു വളരെ സ്ട്രോങ് ഇന്റർവെൻഷൻ, ഈശോ വളരെ ശക്തമായ ഒരു വചനം പറയുകയാണ്. സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ ഈ പ്രബോധനം അനുസരിച്ച് ആവിഷ്കൃത സത്യത്തിൻ്റെ കേന്ദ്രമായ മിശിഹായോടുള്ള ബന്ധത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. കണ്ടോ? ഇപ്പോൾ അവളുടെ ആത്മാവിലേക്ക് ആ മിശിഹായെക്കുറിച്ചുള്ള ബന്ധം വന്നിരിക്കുന്നു. ഇപ്പോൾ ഇവൾ പറയുകയാണ്, എന്നിട്ട് ഈശോ പറഞ്ഞു യഥാർത്ഥ ആരാധകർ ആത്മാവിൽ, അതെല്ലാം പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരും എന്ന് എനിക്കറിയാം. കണ്ടോ? അപ്പൊ തീർച്ചയായിട്ടും അവൾ എന്തോ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സമയം പോയല്ലോ. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. കണ്ടോ? അവളുടെ അന്തരാത്മാവിനെ ആ മിശിഹായെക്കുറിച്ചുള്ള ആവിഷ്കൃത സത്യത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പെക്റ്റന്റ് ഫെയ്ത്തിലേക്ക്, ഒരു വളരെ പ്രതീക്ഷയിലേക്ക് അങ്ങ് ഉയർത്തി. ഈ ആളവിടെ തന്നെ നിൽക്കാൻ ഉയർത്തി. അപ്പോഴാണ് ഈശോ പറയുന്നത്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. കിണറ്റിൻകരയിൽ നടന്ന അത്യാത്ഭുതം. ഇതാണ് ഫോർമേഷൻ. അപ്പോൾ ഇത് ഞാൻ സെമിനാരി ഫോർമേഷൻ്റെ ഓരോ വർഷവും ഈ ഒരു സ്റ്റേജാണ്. അവസാനം ആ മിശിഹായെ യഥാർത്ഥമായിട്ട് കണ്ടെത്തി അനുഭവിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദൈവാവിഷ്കരണം, അതിൻ്റെ അന്തസത്തയിൽ നമ്മൾ എവിടെ ചെന്നെത്തും? നമ്മൾ ഇന്നലെ പോപ്പ് ബെനഡിക്റ്റിൻ്റെ അതിൽ കണ്ടു ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ആ ജ്ഞാനത്തിൻ്റെ വചനത്തിൽ പറഞ്ഞു, കണ്ടു, ജ്ഞാനം അത്രയ്ക്ക് വലുതായിട്ട് നമ്മുടെ ജോൺ ഓഫ് ദ ക്രോസിൻ്റെ ഇതിൽ പറഞ്ഞെന്താ? ജോൺ ഓഫ് ദ ക്രോസിൻ്റെ ഉദ്ധരണിയിൽ ആത്മാവ് ദൈവത്തെ എത്ര തന്നെ അറിഞ്ഞാലും വീണ്ടും ആ അറിവിലേക്ക് ആഴത്തിലിറങ്ങുവാൻ കഴിയും വിധം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിബിഡ സാന്ദ്രത അത്രമാത്രം അഗാധവും വിശാലവുമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ സ്റ്റെപ്പ് നിങ്ങൾ രണ്ടാമത് ഇനി ആ യോഹന്നാൻ്റെ 4-ാം അധ്യായം എടുത്തിട്ട് ഈ രീതിയിൽ സാവധാനം വായിച്ചുകൊണ്ട് പടിപടിയായി ഈശോയുടെ ഓരോ വാക്കുകളും അവളുടെ അന്തരാത്മാവിലേക്ക് അവളുടെ യുക്തി അതിനു മുമ്പ് എന്തായിരുന്നു? ഞാൻ തരില്ല, വെള്ളം തരില്ല. നീ യഹൂദൻ, ഞാൻ സമരിയക്കാരി, വെള്ളം തരില്ല. അത്രയ്ക്ക് താഴ്ന്നു കിടന്ന ആ യുക്തിയെ ഈശോ തൻ്റെ പ്രകാശത്താൽ, വചനത്താൽ, ജ്ഞാനത്താൽ ഉയർത്തി ഈശോ പറയുന്നില്ല ആദ്യം തന്നെ ഞാൻ യേശുക്രിസ്തുവാണ്, ഞാനാണ് മിശിഹായാണ് എന്നെല്ലാം പറയുന്നില്ല. അവളെ സ്നേഹത്തിലും ജ്ഞാനത്തിലും വളർത്തി അവളിൽ നിന്ന് ഇങ്ങോട്ട് പറയാണ്, എനിക്കറിയാം മിശിഹ വരും എന്നെനിക്കറിയാം കേട്ടോ. അവൻ വരുമ്പോൾ എന്നെ എല്ലാം പഠിപ്പിക്കും. അപ്പോഴാണ് പറയണത്, ഞാനാകുന്നു, നിന്നോട് സംസാരിക്കുന്ന അവനാകുന്നു. സ്നേഹമുള്ളവരെ, നമുക്കിപ്പോൾ നിർത്താം. ഞാൻ ഇവിടെ ഒന്നുകൂടി ഇത് വായിക്കാം. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ ഇനി നിങ്ങൾക്കിത് വായിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഒന്നുകൂടി ഇപ്പോൾ വായിക്കാം കേട്ടോ.
അപ്പം അത് മനസ്സിലാവും. അതായത് ദൈവിക പദ്ധതിയെക്കുറിച്ചും വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടാകണം. 2, വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ച്. ഈശോ അവളോട് പറഞ്ഞു, യഥാർത്ഥ ആരാധകർ ജെറുസലേമിലോ മലമുകളിലോ അല്ല ആരാധിക്കുന്നത്, ഹൃദയത്തിൽ ആത്മാവിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. വിശ്വാസ രഹസ്യമാണത്. പ്രസ്തുത രഹസ്യങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധം. അതിനുശേഷം അത് നമുക്കിങ്ങനെ അങ്ങനെയുള്ള ആരാധകരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ്, അങ്ങനെയുള്ള ആരാധകരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്, പിതാവ് ആഗ്രഹിക്കുന്നത്. കണ്ടോ, പിതാവ് എന്നുള്ള കാര്യം അവിടെ വന്നു വെച്ചു. ദൈവം പിതാവാണ്. ഇനിയാണ് വലിയൊരു കാര്യം. ആവിഷ്കൃത സത്യത്തിൻ്റെ കേന്ദ്രമായ മിശിഹായോടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സജീവ ബോധ്യം. അത് ആ അവതീർണ വചനത്തിൻ്റെ പ്രസരണത്തിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നു. ഇപ്പം നമ്മൾ ആരോട് വചനം പറയുമ്പോഴും ആ വചനവും നമ്മൾ ആരുമായിട്ട് വിശ്വാസം പങ്കിടുമ്പോഴും ഈ രഹസ്യം മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? ആവിഷ്കൃത സത്യത്തിൻ്റെ കേന്ദ്രമായ മിശിഹായോടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സജീവ ബോധ്യം. നമ്മൾക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ. ഇനി തുറന്ന് പറയുകയാണ്, സജീവ ബോധ്യത്തിലേക്ക് ഹൃദയത്തെ തുറക്കുന്നു. ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആഴം ഉപരി വർദ്ധിപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവ് തൻ്റെ ദാനങ്ങൾ വർഷിച്ചുകൊണ്ട് വിശ്വാസത്തെ നിരന്തരം പൂർണ്ണമാക്കുന്നു. കണ്ടു, ഈ വെള്ളം കോരാൻ വന്ന, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, വലിയ നിയമങ്ങളും വലിയ സുവിശേഷവും ഒന്നും പഠിക്കാത്ത അവളെ ഈശോ തൻ്റെ സ്റ്റെപ്പായിട്ടുള്ള വചനത്തിലൂടെ യേശുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് നയിച്ചു. സ്നേഹമുള്ളവരെ, അവൾ ക്രിസ്ത്യാനിയല്ല, അവൾ യഹൂദയുമല്ല. അതാണ് ദൈവാവിഷ്കരണത്തിൻ്റെ ആ വലിയ രഹസ്യം. മുഴുവൻ ദൈവിക പദ്ധതി ഇതാണ്. ദൈവിക പദ്ധതി മുഴുവൻ ഇതാണ്. ഇങ്ങനെ എല്ലാവരെയും നമ്മുടെ ബുദ്ധിക്ക് അതീതമായ രീതിയിൽ ദൈവത്തിന് നയിക്കാൻ കഴിയും. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നിങ്ങൾ ഇനി കുറച്ചുകൂടി ചിന്തിക്കണം. നിങ്ങൾ പെട്ടെന്ന് ഇതിനകത്തൊരു കൺക്ലൂഷനിലെത്തരുത്. ഞാനതിൻ്റെ ഒരു സ്റ്റെപ്പുകൾ പറഞ്ഞു. ഇത് നിങ്ങൾ ഒരു ഹോംവർക്കായിട്ട് ആ ഭാഗം വായിച്ചു നോക്കൂ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എങ്ങനെ അവിടെ നടന്നു എന്ന പോലെ നമ്മളുടെ കുടുംബത്തിലാകാം, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകാം ഇതുപോലെ ആൾക്കാർ. എന്നോട് ഈ ഒരുപാട് ബൈബിളൊന്നും പറയണ്ട, മനസ്സിലായിട്ടുണ്ടല്ലോ. അത് അവിടെ വെച്ചിട്ട് എനിക്കിതൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഞാൻ ജീവിക്കണം ഇങ്ങനെ പറയുന്ന നമ്മുടെ വീട്ടുകാരോട് നമ്മളെങ്ങനെ പെരുമാറണം, മനസ്സിലായ? ഇത് തന്നെ പറയും, ഞാൻ നിനക്ക് വെള്ളം പോലും തരില്ല, മനസ്സിലായിട്ടുണ്ടോ? നിന്നെ ഞാൻ പട്ടിണി നടത്തും, മനസ്സിലായിട്ടുണ്ടോ? ഇങ്ങനെ തന്നെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ കൂടെ. അപ്പോൾ എന്ത് പറയും, എന്ത് ചെയ്യും അവരോടെല്ലാം? കർത്താവേ നന്ദി ഈശോയെ, അവരെല്ലാം യേശു ക്രിസ്തുവിലൂടെ തന്നെ രക്ഷിക്കപ്പെടുകയും ഈശോയുടെ വചനത്തിൻ്റെ ആ രഹസ്യങ്ങളിലേക്ക് ഈശോ ജ്ഞാനത്തിലൂടെയും യുക്തിയെ പ്രകാശിക്കുന്നതിലൂടെ അവരെ ഉയർത്തും. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് വെള്ളിയാഴ്ചയായി. നമുക്ക് നാളെ ഈ സമയത്ത് ഫോളോ മീ ആണ്. ഇനി അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. നിങ്ങളെല്ലാവരും മലയാളം ഫോളോ മീയും അതുപോലെ തന്നെ യൂത്ത് ഓൺ ഫയർ. ഇപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ് യൂത്ത് ഓൺ ഫയറിൽ. ഒരുപാട് പേര് വളരെ നല്ല
പ്രചോദനം നൽകുന്ന രീതിയിൽ സംസാരിച്ചു. ഒരുപാട് യൂത്ത് അതിലത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇനി സാവധാനം നമ്മൾ അതിനെ വളർത്തിക്കൊണ്ടുവരണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ സമരിയാക്കാരിയിലുണ്ടായ ആ രൂപാന്തരീകരണത്തിൻ്റെ ഒരു സ്കെച്ച് നമ്മുടെ അകത്ത് പൂർണ്ണമായിട്ട് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങനെ ഞങ്ങളുടെ യുക്തിയെ പ്രകാശിപ്പിക്കണമേ. യുക്തി ഞങ്ങളിലും, ഞങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളെല്ലാം ഇതുപോലെ യുക്തിവാദികളായാൽ പോലും അവരിലേക്ക് ഈശോയുടെ വചനത്തിൻ്റെ സ്നേഹപൂർണമായ ജ്ഞാനപൂർണമായ പ്രസരണത്തിലൂടെ അവരുടെ യുക്തി പ്രകാശിപ്പിക്കപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയേ നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശല ഹലബല ഹലബല, ശല ഹലബല ഹലബല, താവേ, ഞങ്ങളുടെ യുക്തിയെ, നമ്മുടെ തന്നെ യുക്തിയെ ഇനി പ്രകാശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ തന്നെ യുക്തി പ്രകാശിപ്പിക്കപ്പെടട്ടെ കർത്താവേ. ഞങ്ങൾക്ക് ഗ്രഹണം, ഞങ്ങളുടെ യുക്തി, ഞങ്ങളുടെ യുക്തി സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ്, ഞങ്ങളുടെ യുക്തിയെ വികസിപ്പിക്കണമേ, പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഓ ഈശോയെ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളുടെ യുക്തിയെ പ്രകാശിപ്പിക്കണം. ഈശോ തന്നെയാകുന്ന ദൈവാവിഷ്കരണത്തിൻ്റെ കേന്ദ്രബിന്ദുവായ, ദൈവീക രഹസ്യങ്ങളുടെ കേന്ദ്രബിന്ദുവായ ഈശോയെ, എല്ലാവരുടെയും വിശ്വാസത്തെ പ്രകാശിപ്പിക്കണമേ. എല്ലാ മതബോധന അധ്യാപകരെയും സഭയുടെ എല്ലാ ശ്രേണികളിലും ഈ പ്രകാശം പൂരിതമാക്കണമേ. ശലബലബല, ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവെ അങ്ങ് പ്രാർത്ഥിക്കണേ. ശല അലബലബല കീര 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 ശലബലബല ലബലബ 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 ശലബലബലബലബല ലബലബ ലബലബ. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Thank you, Jesus. Thank you, thank you.